നമസ്കാരം. വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ. ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൊല്ലവർഷം 1200 ആണ്ടിലെ ധനു സംക്രമം മകയിരം നക്ഷത്രത്തിലാണ്. ധനു 1-ാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മേടം രാശിയിൽ ഗുളികനും, എടവത്തിൽ സർവേശ്വരകാരകനായ വ്യാഴവും, മിഥുനം രാശിയിൽ ചന്ദ്രനും, കർക്കിടകത്തിൽ കുജനും, കന്നിരാശിയിൽ കേതുവും, വൃശ്ചികത്തിൽ ബുധനും, ധനുരാശിയിൽ ആദിത്യനും, മകരത്തിൽ ശുക്രനും, കുംഭം രാശിയിൽ ശനിയും, മീനത്തിൽ രാഹുവും സ്ഥിതി ചെയ്യുന്നു. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ധനുമാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ഈ നക്ഷത്രക്കാർക്ക് പ്രവർത്തന മേഖലകളിൽ ചില വിഷമതകൾ വന്നുചേരുവാൻ ഇടയുണ്ട്. അതുപോലെ സാമ്പത്തിക പ്രതിസന്ധി നേരിടുവാനും സാധ്യതകൾ കാണുന്നുണ്ട്. അതിനാൽ പണം അനാവശ്യ കാര്യങ്ങൾക്കായി ദുർവ്യയം ചെയ്യാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ നക്ഷത്രക്കാർക്ക് വിദേശയാത്രകൾ നടത്തുവാനുള്ള യോഗവും കാണുന്നുണ്ട്. അതുപോലെ ഭവനം മാറി താമസിക്കേണ്ടി വരുവാനും സാധ്യതകൾ കാണുന്നുണ്ട്. എന്നാൽ ബന്ധുജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ്. ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്കും മറ്റു പഠിതാക്കൾക്കും കാര്യങ്ങൾ അനുകൂലമാണ്. ഇവർക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ്. ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും പങ്കാളിത്ത ബിസിനസ്സുകൾ നടത്തുന്നവർക്ക് നഷ്ടം വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതിനാൽ ബിസിനസ് പങ്കാളികളുമായി നല്ല സ്നേഹസൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ്. ഇവർ സന്താനങ്ങളുടെ ഉന്നമനത്തിനായി കഠിനമായി പരിശ്രമിക്കുന്നതാണ്. ഇവർ മാനസിക സമ്മർദ്ദമുണ്ടാകുന്ന ചില സാഹചര്യങ്ങളിൽ പെട്ടുപോകുവാൻ ഇടയുണ്ട്. എന്നാൽ അത്തരം സന്ദർഭങ്ങളിൽ സമചിത്തതയോടെയും ശാന്തതയോടെയും ആത്മവിശ്വാസം ചോർന്നു പോകാതെ മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നല്ല വാക്കുകളാലും പ്രവൃത്തികളാലും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ പരിശ്രമിക്കേണ്ടതുമാണ്. ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ്. പ്രത്യേകിച്ചും ഉദര സംബന്ധമായ അസുഖങ്ങളുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തുകയും ഡോക്ടർമാരുടെ നിർദ്ദേശമനുസരിച്ചുള്ള മരുന്നുകൾ മുടങ്ങാതെ കഴിക്കേണ്ടതുമാണ്. 4, 12, 24 തീയതികൾ അനുകൂലമാണ്. ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ലഗ്ന രാശിയുടെയും ലഗ്ന അധിപന്റെയും സ്ഥിതിയും ശുഭ പാപ ഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയും അനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട്. കുടുംബ ദേവതകളെയും ഇഷ്ട ദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും. ഇഷ്ടദേവതാ മന്ത്രം 108 തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ ഐശ്വര്യങ്ങളുമേകും. നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും. നന്ദി, നമസ്കാരം. ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം.